പണ്ട് നിൻ്റെ പുറകെ നടന്നപ്പോഴേക്കും നിനക്ക് ഭയങ്കര ജാടയും പുച്ഛവും. ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കി നിൻ്റെ അച്ഛൻ്റെ പുറകെ നടന്നപ്പോഴേക്കും കണ്ടോ നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അലക്സ, ലൈറ്റ്സ് ഓഫ്, പ്ലേ ദ മ്യൂസിക്. അത്രക്ക് ധൃതിയാണോടി കൊച്ചു കള്ളി? എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. എങ്ങനെയാന്ന്? അതെ, പണ്ട് നിന്റെ പുറകെ നടന്ന പൂവാലൊന്നും അല്ല ഞാനിപ്പോ, നിന്റെ ഭർത്താവാണ്. ഭർത്താവ്. അതുകൊണ്ട് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ വിവരം അറിയുന്നില്ല. അതൊന്നും അറിയണമല്ലോ. പണ്ടാരടങ്ങാനായിട്ട് ഈ സമയത്ത് ഇത് ആരാണ്? ഇവിടെ ആരുമില്ലേ? നല്ല പരിചയമുള്ള ശൂശു. പിന്നെ നിങ്ങളാ? ഇത് വലിയ ശല്യമല്ല. ഞാനെന്തിനു പഠിക്കണം? എൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? എന്താ എന്താ കുട്ടി പ്രശ്നം? സാർ ഇയാളിന്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്ത് പിടിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. അതിനിപ്പോ എന്താ? അവളെന്റെ ഭാര്യയല്ലേ? ദേഹം മാഞ്ഞുപോയി. മോനെ, ക്ലാസ് എടുക്കാൻ പോയിരിക്കും. എൻ്റെ പൊന്ന് സാറേ, സാറ് പറയുന്നത് മനസ്സിലാക്കാനുള്ള വിവരവും ബോധമൊന്നും എനിക്കില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറ. അതായത് കല്യാണം കഴിഞ്ഞാലും കൺസെൻറ്റ് ഇല്ലാണ്ട് തൊടുന്നതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നതും മാറ്ററുള്ള ഏർപ്പാടാണ്. അതൊരു ക്രിമിനൽ കേസാണ്. എൻ്റെ പൊന്ന് സാറേ, അവനും പത്രം വായിക്കാറില്ല, സാറും വായിക്കാറില്ലേ? സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം മാരിറ്റൽ റേപ്പ് ഡീക്രിമിനലൈസ് ചെയ്തു. ഓഹോ, കുഴപ്പമില്ല. ഡൊമസ്റ്റിക് വയലൻസും ക്രൂവൽറ്റിയുടെ പേരിൽ കേസെടുക്കാം. സാറേ, ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി ഇവിടെ നിയമമൊന്നും ഇല്ലേ? ഉണ്ടടാ, സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബാ. ഓ.